വയനാട് മുട്ടിൽ വില്ലേജിലെ ആവിലാട്ട് വനവാസി കോളനിവാസികളുടെ അവസ്ഥ ദയനീയമാണ്. മരം മുറിക്കാൻ സർക്കാർ ഉത്തരവുണ്ടെന്ന് കാണിച്ച് പ്രലോഭിപ്പിച്ച് ഇവരുടെ പറമ്പിലെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വീട്ടിമരങ്ങൾക്ക് മുട്ടിൽ മരമുറി കേസിലെ മുഖ്യപ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർ നൽകിയത് 7,000 രൂപ വരെ. കേസും കോടതിയുമായപ്പോൾ 80 ലക്ഷം രൂപ വരെ ഒരു മരത്തിന് തിരിച്ചടക്കേണ്ട ഗതികേടിലാണ് പാവപ്പെട്ട ഈ വനവാസികൾ. മരം കൊള്ളക്കേസിൽ പ്രതികളായെന്ന് മാത്രമല്ല, ഇവരുടെ കരമടച്ച രസീതുകളും അഗസ്റ്റിൻ സഹോദരന്മാർ കൊണ്ടുപോയി. ഇനി ഇതുപയോഗിച്ച് അടുത്ത തട്ടിപ്പ് നടത്തുമോ എന്ന ആശങ്ക ഇവർക്കില്ലാതില്ല. ആ ചേട്ടൻ വന്നിട്ട് ഞങ്ങളെ കുഴപ്പമൊന്നുമില്ല, നീതിയൊക്കെ കൊണ്ട് പഞ്ചായത്തിൽ കാണിച്ചാൽ മരമൊക്കെ മുറിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മരം മുറിച്ചുകൊണ്ട് പോയത്. പഞ്ചായത്തിൻ്റെ ഓർഡറൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അവർ വന്ന് മരം മുറിച്ച് ഇവർക്ക് ഒരു 7,000 റുപ്യ മറ്റേ അഡ്വാൻസ് കൊടുത്തു. അവർക്കൊരു 4,000 റുപ്യ അഡ്വാൻസ് കൊടുത്തു. 3 വീട്ടിക്ക് 4,000 റുപ്യ അഡ്വാൻസ് കൊടുത്തുള്ളൂ. ആ അഡ്വാൻസ് അവർ വാങ്ങി ബാക്കി മരം കയറ്റുമ്പോഴേ തരുള്ളൂ എന്ന് പറഞ്ഞു. മനുഷ്യത്വം സ്വല്പം തൊട്ടു തീണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ കാട്ടുകൊള്ളക്കാർ ഒരു ഗതിയും പരഗതിയുമില്ലാതെ കഴിയുന്ന കാടിൻ്റെ മക്കളെ കരുക്കളാക്കില്ലായിരുന്നു. പ്രലോഭനവും ചതിയും വഞ്ചനയും കൈമുതലാക്കിയവരാണ് ഒരു മാധ്യമത്തിൻ്റെ പിൻബലത്തിൽ സത്യധർമാദികളുടെ അപ്പോസ്തലരായി വേഷം കെട്ടിയാടുന്നത്.